ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ മീനെ നമ്മൾ വാങ്ങിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കിടിലൻ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് കാണുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ഓസ്കാറിന് ബാക്കിയുള്ള മീനുകൾക്കും ഫീഡ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓസ്കാറിൻ്റെ ഫീഡ് കൊടുത്തിട്ടുണ്ട്, അവൻ അപ്പം തന്നെ അത് എടുത്തിട്ടുമുണ്ട്. ഇനി ഒന്നും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം, അവൻ അതും എടുക്കും, എനിക്ക് ഉറപ്പാണ് കേട്ടോ. നമ്മൾ കൊടുത്തിട്ടുണ്ട്, അവൻ അതും കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്യാറ്റ് ഫിഷിൻ്റെ അടുത്തോട്ട് പോകാം. ക്യാറ്റ് ഫിഷ് ഞാനായിട്ട് അത്യാവശ്യം ഇണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അവൻ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ചെക്കൻ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫീഡ് എടുക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അതെ, നമ്മുടെ ചെക്കൻ ഫീഡ് എടുക്കുന്നുണ്ട്, പക്ഷെ എന്നാലും പേടിയുണ്ട്. കാരണം ക്യാമറയാണല്ലോ ഫ്രണ്ടിൽ നിൽക്കണത്, ക്യാമറ അല്ല മൊബൈൽ. ഓക്കെ, അതുകൊണ്ട് ചെറിയ പേടിയുണ്ട് കേട്ടോ. വിഷുവിൽ അവൻ എന്തായാലും ക്യാമറ മാറ്റുമ്പോൾ കഴിച്ചോളും. ഇനി നമുക്ക് മീനെ വാങ്ങിക്കേണ്ട കാര്യത്തിലോട്ട് പോകാട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി മീനെ വാങ്ങിക്കാനുള്ള സ്പോട്ടിൽ വെച്ച് കാണാം ഫ്രണ്ട്സ്. അങ്ങനെ നമ്മളിത് നമ്മുടെ അമ്പലമുറ്റത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെച്ച് തന്നെയാണ് നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷിനെ നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ നമ്മുടെ പുതിയ മീൻ ഇവിടെ തന്നെയാണ് നമ്മൾ വാങ്ങിക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ വരാനുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും, ഇവൻ നമുക്ക് മീൻ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവനെ പൈസ കൊടുത്ത് ഇവനെ വീട്ടിലോട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇവനെ അൺബോക്സ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വാങ്ങിച്ച് വെക്കുന്നത് ഏത് മീനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിരാന എന്ന് പറയുന്നൊരു മീനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂത്ത കാരണവരായിട്ടുള്ള നമ്മുടെ ഓസ്കാർ ഫിഷിൻ്റെ അടുത്ത് നമ്മൾ ഈ മീനെ കാണിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഓസ്കാർ നല്ല അഗ്രസീവ് ആയിട്ടുണ്ട് കേട്ടോ. മിക്കവാറും കടിച്ച് കയറുന്നത് തോന്നുന്നു ആ ടാങ്കിലോട്ട് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ ഗപ്പിയുടെ ടാങ്കിലോട്ടാണ് കേട്ടോ നമ്മുടെ പിരാനക്കൂട്ടിനെ ഇറക്കി വിടാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഈ ഗപ്പികളൊക്കെ പിടിച്ച് മാറ്റേണ്ട പരിപാടികളാണ് കേട്ടോ നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതേ ബൗളിനകത്ത് കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളം എടുത്തിട്ട് നമുക്ക് ഇവന്മാരെ പിടിക്കാനുള്ള കാര്യങ്ങളോട്ട് നോക്കാം. അപ്പോൾ ഇതേ ഒരു നെറ്റ് എടുത്തിട്ട് നമ്മൾ കോരി എടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ അത്യാവശ്യം ഗപ്പീസ് നമുക്ക് കിട്ടിയിട്ടാ. ഇനി ഒന്നും കൂടി കോരി എടുക്കേണ്ട ആവശ്യമുണ്ട്, കാരണം കുറച്ച് ഗപ്പീസ് ഇനിയും ടാങ്കിലോട്ട് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കണതിൻ്റെ വഴി കൂടി കുറച്ച് മീനുകൾ ചാടി തിരിച്ച് ടാങ്കിലോട്ട് വീണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടി കോരേണ്ടതായി വരും കേട്ടോ. അപ്പോൾ നമ്മൾ 3 പ്രാവശ്യം കോരി നമ്മുടെ മീനുകളെല്ലാം തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ടാങ്ക് കഴുകി വൃത്തിയാക്കണം, കാരണം എന്തായാലും ഒരു ഗപ്പി ഡെഡായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി പുതിയ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പിരാന ചെക്കനെ ഈ ഒരു ടാങ്കിലോട്ട് ഇറക്കി വിടാനുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇനി ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ ടാങ്കിലോട്ട് ഇതേ നമ്മുടെ പിരാന ചെക്കനെ ഇറക്കി വിടാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കവറൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടാങ്കിലോട്ട് എന്ത് ചെയ്യാം, നമ്മുടെ മീൻ എന്തായാലും ഇത്തരന്ന് ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം കേട്ടോ. കുറച്ച് കല്ലുപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ചെക്കൻ നല്ല സ്ട്രെസ് അടിച്ചിട്ടുണ്ട് കേട്ടോ, കാരണം നല്ല ചാട്ടം ചാടുന്നുണ്ട്, പിന്നെ ഭയങ്കര കളറൊക്കെ മങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടാങ്കിലോട്ട് നമ്മൾ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കണ്ടില്ലേ, നമ്മുടെ മീൻ ടാങ്കിലോട്ട് നമ്മൾ പോകുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ എന്തായാലും കാണും കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇറക്കി വെച്ചോളൂ, നമ്മുടെ മീൻ അപ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടാങ്കിലോട്ട് ഇറങ്ങി പോയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ചെക്കൻ നല്ല ഹാപ്പി ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, കാരണം ഒരു കളർ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതിനെ വാങ്ങിച്ച സമയത്ത്. അപ്പോൾ നമ്മുടെ ടാങ്കിലോട്ട് ഇറക്കി കൊടുത്തപ്പോൾ അത്യാവശ്യം ഒരു ഓറഞ്ച് കളറൊക്കെ നല്ലപോലെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെക്കൻ നല്ല ഹാപ്പി ആയിരിക്കും, കാരണം ഇന്നലൊരു ബേസണിലാണ് കേട്ടോ അവൻ കിടന്നിരുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ കൂട്ടുകാരന് എന്താണ് നല്ലപോലെ തന്നെ ഫിഷ് ഫാമിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ടാങ്ക് എല്ലാം ഫിൽഡായിരുന്നു, എല്ലാത്തിലും മീനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് ഇടാൻ പറ്റിയ ടാങ്കൊന്നും അവിടെ ഉണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് ഒരു ബേസണിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇവൻ എന്തായാലും ഇപ്പോൾ ഹാപ്പിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് ഗപ്പീസിൻ്റെ ടാങ്കും കൂടി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് ഫ്രണ്ട്സ്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഗപ്പീസിനെ കുറച്ച് നേരം കണ്ടിരിക്കാം കേട്ടോ. ഇപ്പോൾ ഇവന്മാരാണ്ട് നമ്മുടെ കയ്യിലുള്ള ഗപ്പീസ് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ നോക്കി, പക്ഷെ അത് ക്ലിയർ ആയില്ല. നല്ല ഭംഗിയുള്ള ഗപ്പീസല്ലേ, നല്ല രസമുണ്ട് കേട്ടോ ഇവന്മാരെ കാണാനായിട്ട്. നല്ല ക്യൂട്ട് ഗപ്പീസ്. പണ്ട് കുറേ ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടിയതാണ് കേട്ടോ, പക്ഷേ ഇപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥ വന്നു ഈ നാടൻ ഗപ്പീനൊക്കെ കിട്ടാനായിട്ട്. ഓക്കെ, ഇവരെ ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചേക്കുന്നത് നമ്മുടെ ഓസ്കാറിനും പിന്നെ ക്യാറ്റ് ഫിഷിനും പിന്നെ നമ്മുടെ പിരാനയ്ക്കൊക്കെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം അത് ഇവരെ കൊണ്ട് ഇപ്പോൾ പറ്റുള്ളൂ, അല്ലാണ്ട് ഇവരെ സെയിൽ ചെയ്യാനൊന്നും നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ കീപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ ഇവരെ പുതിയ ടാങ്കിലോട്ട് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇവരുടെ ടാങ്ക്. ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന ടാങ്കാണ്, പിന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഗപ്പീസിനെ ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ പരിപാടികളാണ് ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഗപ്പീസിനെ നമ്മുടെ ടാങ്കിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അവർ നമ്മുടെ ടാങ്കിലോട്ട് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. പിന്നെ ഇത് മൂടിയും കൂടി വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കാക്കയോ കൊക്കോ വന്നതിനെ കടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പണിയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഇവൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.